കാസർകോട്ടെ CPM ഏത് ലോകത്താണ് ജീവിക്കുന്നത്? പെരിയ കല്യോട്ട് കൊല്ലപ്പെട്ട യുവാക്കളെ ക്രിമിനലുകളായി ചിത്രീകരിച്ചുകൊണ്ട് ജില്ലയിൽ CPM ബ്രാഞ്ച് ഏരിയ കുടുംബയോഗങ്ങൾ തുടങ്ങി. ഇവർ മാലാഖമാരല്ല എന്ന വാക്യത്തിലുള്ള വിശദീകരണങ്ങളാണ് കൃപേഷ്, ശരത്ലാൽ എന്നിവരെ കുറിച്ച് യോഗങ്ങളിൽ നേതാക്കൾ ആവർത്തിക്കുന്നത്. കേരളത്തോട് ക്ഷമ പറഞ്ഞ് ഇത്തരം ഹീനപ്രവൃത്തികൾ ഉണ്ടാകാതിരിക്കാൻ ശ്രമിക്കേണ്ടതിന് പകരം വീണ്ടും കൊലയ്ക്ക് അണികളെ ചാവേറുകളാക്കുന്ന താലിബാനിസം ഇത് തെറ്റാണ്. പാർട്ടിയുടെ അറിവോടെയല്ല കൊലപാതകങ്ങൾ എന്ന് സ്ഥാപിക്കുന്നതിനൊപ്പം കൊല്ലപ്പെടേണ്ടവർക്ക് അർഹമായ വിധിയാണ് ലഭിച്ചതെന്ന മട്ടിലുള്ള പ്രസംഗങ്ങളാണ് കൂടുതലും നടക്കുന്നത്. കൊലപാതകത്തെക്കാൾ പ്രദേശത്ത് കോൺഗ്രസ് നടത്തിയ അക്രമങ്ങളിലേക്കാണ് പ്രവർത്തകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കൊല്ലപ്പെട്ടവർക്ക് വിധി നിശ്ചയിക്കേണ്ടത് കേരളം വിശ്വസിച്ച് ഭരിക്കാനേൽപ്പിച്ചവർ തന്നെയാണ്. അരുതെന്ന് പറയും ഈ കിരാതന്മാരോട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ എല്ലാം കണ്ടു മനസ്സിലാക്കുന്നു, കരച്ചിലുകൾ കേൾക്കുന്നു. ഇനിയും ഇത് തുടർന്നാൽ കേരളത്തിൽ CPM സർവനാശത്തിലേക്ക് പോകും. പെരിയയിലെ ഇരട്ട കൊലപാതകം LDF-നെതിരായ വടിയായി ഉപയോഗിക്കാൻ ചിലർ കരച്ചിലും പിഴിച്ചിലും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം MV ഗോവിന്ദൻ പറഞ്ഞു. അക്രമികളെ പാർട്ടി സംരക്ഷിക്കില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും വ്യക്തമാക്കിയതാണ്. എന്നിട്ടും ചില മാധ്യമങ്ങൾ പെരിയ വിഷയം വൻ സംഭവമായി ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ്. അതുപയോഗിച്ച് LDF-നെ അടിക്കാമെന്ന് ആരും ധരിക്കണ്ട എന്നും ഗോവിന്ദൻ പറഞ്ഞിരുന്നു. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ നയിക്കുന്ന വടക്കൻ മേഖല കേരള സംരക്ഷണ യാത്രയ്ക്ക് മലപ്പുറത്ത് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കവെയായിരുന്നു MV ഗോവിന്ദന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന. പെരിയ കല്യോട്ട് ഭാഗങ്ങളിൽ പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുന്നതിൽ പ്രധാനികളായിരുന്നു കൊല്ലപ്പെട്ടവരെന്നും ഒട്ടേറെ കേസുകളിൽ പ്രതികളാണിവരെന്നും പാർട്ടി കുടുംബയോഗങ്ങളിൽ പറഞ്ഞു വയ്ക്കുന്നു. പെരിയയിലെ ഇരട്ട കൊലപാതകം പ്രവർത്തകരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചതോടെയാണ് സ്വയം പ്രതിരോധത്തിനോടൊപ്പം ആക്രമണം എന്ന തന്ത്രം CPM പുറത്തെടുത്തത്. ഇതര ജില്ലകളിലും പെരിയ ഇരട്ട കൊലപാതകം തന്നെയാകും വരും ദിവസങ്ങളിൽ CPM യോഗങ്ങളിലെ പ്രധാന വിഷയം. ഈ ആക്രമണ തന്ത്രം പാർട്ടി തിരിഞ്ഞു കുത്താനാണ് സാധ്യത. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ട കല്യോട്ട് ഗ്രാമത്തെ കോൺഗ്രസ് ക്രിമിനലുകളുടെ നാടെന്ന് വിശേഷിപ്പിച്ചാണ് CPM-ന്റെ ഈ പ്രചരണം. എന്നാൽ കാലങ്ങളായി കോൺഗ്രസിന്റെ കുത്തകയായിരുന്ന കല്യോട്ട് വാർഡിൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് A ഉഷ എന്ന CPM സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ക്ലബ്ബുകളുടെ പ്രധാന പരിപാടികളിലെ ഉദ്ഘാടനം നിർവഹിച്ചത് ഉഷയാണ്. പല പരിപാടികളിലും കൊല്ലപ്പെട്ട ശരത്ലാൽ ആയിരുന്നു അധ്യക്ഷൻ. ഉഷയ്ക്ക് അടുത്തറിയാവുന്ന ആളാണ് ശരത്ലാൽ. വാദ്യകലാസംഘത്തിന്റെ കെട്ടിട ഉദ്ഘാടനത്തിന് പ്രദേശത്തെ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തിരുന്നു. സംഘത്തിന് പരിശീലനം നൽകിയത് CPM പ്രവർത്തകരായിരുന്നു. അന്ധമായ CPM വിരോധമുള്ളവരായിരുന്നു കൊല്ലപ്പെട്ടവരെന്ന CPM വാദത്തിന് വിപരീതമാണ് ഇത്തരം സംഭവങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.